എം ടിക്ക് വിട നൽകുകയാണ് കേരളം. ഇപ്പോൾ അബ്ദുസ്സമദ് സമദാനി സംസാരിക്കുന്നു. അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. അതോടൊപ്പം എം ടി വസന്തമായിരുന്നു. എഴുത്തിന്, സാഹിത്യത്തിന്, മലയാള ഭാഷയ്ക്ക്, ഭാരതീയ സാഹിത്യത്തിന്, മാനവികതയ്ക്കെല്ലാം ഒരു വസന്തം, ഒരു വസന്തോത്സവം. കാലത്തെ സൃഷ്ടിച്ചു, കാലാതിവർത്തിയായി. ഒരു പ്രത്യേക കാലത്തെ സൃഷ്ടിച്ചു, കടന്നു പോകുമ്പോൾ കാലാതിവർത്തിയായി. വൈവിധ്യങ്ങളെ തൻ്റെ വ്യക്തിത്വത്തിൽ സമന്വയിപ്പിച്ചു. കണ്ടാൽ തോന്നും സന്യാസിയാണോന്ന്, അത്ര വലിയ നിസ്സംഗൻ, ഒന്നിനോടും പ്രത്യേകിച്ച് ഒന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും ആക്ഷേപിച്ച് പറഞ്ഞാൽ പോലും ഒരു ചെറു പുഞ്ചിരി മാത്രമാണ് പകരം, മറിച്ച് മറുപടിയൊന്നുമില്ല. വാദപ്രതിവാദങ്ങളില്ല, ശബ്ദകോലാഹലങ്ങളില്ല, ശബ്ദഘോഷങ്ങളില്ല. ശാന്തൻ, പക്ഷെ അകത്തൊരു കടൽ, വികാര വിക്ഷുബ്ധതയുടെ ഒരു കടൽ. ആ കടൽ ഉള്ളിലും കൊണ്ട് നടന്നു. അത് കഥാപാത്രങ്ങളിലേക്കും പകർത്തി. എഴുത്തിലായാലും ചലച്ചിത്രത്തിലായാലും വലിയൊരു സ്വത്വബോധം എപ്പോഴും കാത്തു സൂക്ഷിച്ചു. സ്വത്വബോധം. എം ടി വാസുദേവൻ നായരെ അനുസ്മരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞതും വളരെ ശരിയാണ് അല്ലേ അഭിലാഷ്? അതായത് ഉള്ളിലുണ്ടായിരുന്നൊരു വലിയ കടലിനെ കഥാപാത്രത്തിലേക്ക് പകർന്നു നൽകുകയായിരുന്നു പലപ്പോഴും. തീർച്ചയായും വൈയക്തിക സംഘർഷങ്ങൾ, വ്യക്തികളുടെ സംഘർഷങ്ങളായിരുന്നു എം ടിയുടെ പ്രമേയങ്ങളിൽ അധികവും നമ്മൾ കണ്ടിട്ടുള്ളത്. കുടുംബജീവിതത്തിലെയും സാമൂഹ്യ ജീവിതത്തിലെയും സംഘർഷങ്ങൾ, ഏകാഗികളുടെ ലോകം എം ടി തുറന്നിടുകയായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ കൽപ്പറ്റ എന്നിലെ ഏകാഗിയോട് സംവദിച്ച ഏകാഗി, എലോൺ ടു എലോൺ എന്ന് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തർക്കും ഒരു വൈയക്തിക അനുഭവവും അനുഭൂതിയുമാണ് എം ടിയുടെ കഥാപാത്രങ്ങൾ നൽകിയിട്ടുള്ളത്, ഈവൻ സിനിമയിൽ പോലും. അനന്തര സാധാരണമായ ജീവിത പരിസരങ്ങളിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറുക എന്നത് വളരെ കൃത്യമായി വരച്ചിടുന്ന കഥാപാത്രങ്ങൾ, എഴുത്ത്, അതിലൂടെയാണ് മനുഷ്യനെ എത്രയധികം ആ എഴുത്തുകളോട് ചേർന്ന് നിന്നതും. തീർച്ചയായും എം ടിക്ക് തൊട്ട് മുൻപുള്ള നോവൽ സാഹിത്യം സാമൂഹികതയിൽ, അതല്ലെങ്കിൽ സാമൂഹ്യ സംഘർഷങ്ങളിലാണ് ഊന്നിയിരുന്നത് എങ്കിൽ എം ടിയുടെ കഥാപാത്രങ്ങൾ വൈയക്തിക സംഘർഷങ്ങളിൽ, മനുഷ്യന്റെ ആത്മസംഘർഷങ്ങളിൽ, മനുഷ്യനും കുടുംബവും തമ്മിലുള്ള സംഘർഷങ്ങളിൽ, ആ ഇൻഡിവിജ്വലിലേക്കുള്ള മാറ്റമാണ് എം ടിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ മലയാള ഭാവുകത്വത്തിന് സംഭവിച്ച ഒരു വലിയ പരിണാമത്തിന്റെ നടുനായകനായിരുന്നു എം ടി എന്ന് പറയാം. അതിനുശേഷം നമ്മുടെ ഭാവുകത്വ പരിസരങ്ങൾ വികസിച്ചിട്ടുണ്ട്. എൻ വി കൃഷ്ണവാര്യർ മാതൃഭൂമിയുടെ എഡിറ്റർ ആയിരിക്കുമ്പോഴാണ് ഖസാക്കിന്റെ ഇതിഹാസം ഒ.വി. വിജയൻ മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്യുന്നത്. പിന്നീട് എം ടി വാസുദേവൻ നായർ 1968 മാതൃഭൂമിയുടെ പത്രാധിപരായി വരുന്നു. എങ്ങനെയാണ് പാണ്ഡവപുരം വന്നതെന്ന് നേരത്തെ ശ്രീ സേതു തന്നെ നിരവധി പേരെ പരിചയപ്പെടുത്തി, വിവിധ സാഹിത്യകാരന്മാരെ മലയാളത്തിന് പരിചയപ്പെടുത്തിയ ഒരു എഡിറ്റർ എന്നുള്ള നിലയിലും അദ്ദേഹം വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും പറയാനുണ്ട് അവരുടേതായ അനുഭവങ്ങൾ. ഓരോ മനുഷ്യനും എം ടിയെ കുറിച്ച് ഓരോന്ന് പറയാനുണ്ടാകും. കാരണം എം ടിയിലേക്ക് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് എല്ലാ മലയാളികളിലും ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആദ്യമായി വായിക്കുന്ന നോവൽ എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ടാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഏത് മനുഷ്യനും, നമ്മൾ മലയാളി അക്ഷരം വായിച്ചു തുടങ്ങുന്ന മലയാളി എം ടി വാസുദേവൻ നായരെ വായിക്കാതിരുന്നിട്ടില്ല. നാലുകെട്ട് വായിച്ചതിന് ശേഷമാണ് മാതൃഭൂമി ബാലഭൂമി എന്ന ബാലപ്രസിദ്ധീകരണം തുടങ്ങുമ്പോൾ അതിൽ ദയ എന്ന പെൺകുട്ടി, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും ആ സമയത്തും എഴുതിക്കൊണ്ടിരുന്ന ആളാണ്. മാണിക്കക്കല്ലിൻ്റെ കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എം ടി വാസുദേവൻ നായരുടെ രചനാ പ്രപഞ്ചം, എം ടി ഓരോ മനുഷ്യനെയും ഓരോ മലയാളിയെയും കണക്ട് ചെയ്യുന്ന ഒരു ബിന്ദുവാണ്. അതുകൊണ്ട് മലയാളികളുടെ അനുഭൂതികളിൽ എം ടി വാസുദേവൻ നായരുടെ സ്ഥാനം അനന്യമാണ്.